കല്യാണ വീടുകളിലെ പരിപ്പ് കറി ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പരിപ്പ് കറി എത്രമാത്രം ടേസ്റ്റ് ആണെന്നുള്ളത്. അതിന് വേണ്ടി കഴുകി വെച്ച പരിപ്പിലേക്ക് ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുറിച്ച് വെച്ച സവോളയും തക്കാളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളവും ഉപ്പും ചേർത്തിട്ട് നല്ല ഉടഞ്ഞ രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ കണ്ടോക്കിക്കോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതിപ്പിച്ചെടുക്കാം. പതിച്ചതിന് ശേഷം ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകും ജീരകവും നല്ല ജീരകമില്ലേ, നല്ല ജീരകവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും കൂടി നമ്മുടെ കറിയിലിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും വരാം നല്ലൊരു വീഡിയോ ആയിട്ട്. ബൈ.